ഹലോ, ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കിറ്റ്കാറ്റ് കേക്ക് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വലിയ ജോലിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഞാനൊരു അരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഇതേപോലെയുള്ള ഒരു 3 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് എടുത്ത് മാറ്റാം. അതിന് പകരമായിട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 3 വട്ടം അരിച്ചെടുക്കുക. ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് കേക്കിനേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ബീറ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ വെനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുട്ടയൊന്ന് ചെറുതായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര കുറേശ്ശെ ഇട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു മുട്ടയൊന്ന് നല്ലോണം പതഞ്ഞ് നല്ലൊരു ക്രീം പരുവത്തിലാകുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ മാറ്റാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് എടുത്ത് ഇതേപോലെ ഒന്ന് കട്ടൻ ഫോൾഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മുഴുവനായിട്ടിടാതെ കുറേശ്ശെ ഇട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പം സ്ലോയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു 9 ഇഞ്ചിൻ്റെ ടിന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല, ഇതേപോലുള്ളൊരു പാത്രത്തിൽ റിങ്ങി വെച്ചിട്ടാണ്. അപ്പോൾ അതിലോട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മാക്സിമം ഒരു 30 മിനിറ്റോളം ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിനേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പാത്രം കമത്തി കഴിഞ്ഞാൽ താഴോട്ട് വീഴാത്ത രീതിയിലാണെങ്കിൽ നല്ല കറക്റ്റ് സ്ട്രക്ചർ തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഷുഗർ നന്നായിട്ട് തന്നെ അലിഞ്ഞ് നന്നായിട്ട് തന്നെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സിന് വേണ്ടി നമ്മുടെ കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള ഒരു കിറ്റ്കാറ്റ് എടുത്തിട്ട് ഈ 3 ബാർ എടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ കിറ്റ്കാറ്റ് കേക്ക് ആയതിനെ കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇതും കൂടെ വെക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നമ്മളെ കേക്കും ഇവിടെ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ എനിക്കിവിടെ ഏകദേശം 40 മിനിറ്റോളം പിടിച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഓരോരോ പാത്രത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ ഇതിവിടെ പൊന്തി വന്നിട്ടുള്ള ആ ഒരു ഭാഗം ഞാനിതിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 3 ലെയർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് 3 ടീസ്പൂണോളം വിപ്പിംഗ് ക്രീം എടുത്ത് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുത്താലും മതി, നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഇതൊരു വിപ്പിംഗ് ക്രീമിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഈ ഒരു ഗനാശയിട്ട് എഗ് ബീറ്റർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ എത്തുന്നതാണ്. അതേപോലെ ഞാനിപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ ക്രീം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ എടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ക്രീം സ്പ്രെഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കേക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. ഈ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീമും ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കിറ്റ്കാറ്റും അതേപോലെ അണ്ടിപ്പരിപ്പൊക്കെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ നടുവിലോട്ടായിട്ട് നമ്മൾ കേക്കിൻ്റെ നടുവിലത്തെ പീസാണ് ഞാനിപ്പം വെച്ച് കൊടുക്കുന്നത്. താഴെ വെച്ചത് ഏറ്റവും മുകളിലത്തെ പീസാണ്.
അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് ആ കറക്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഐസിംഗ് ഒക്കെ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് രണ്ടാമത്തെ ലെയറിലും ഞാൻ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കിറ്റ്കാറ്റും കൂടെ വെച്ച് കൊടുക്കുക. ലാസ്റ്റ് ലെയറും വെച്ച് കൊടുക്കുക. ലാസ്റ്റ് ലെയർ ഞാൻ വെച്ചത് ഏറ്റവും അടിഭാഗത്തുള്ള ലെയറാണ്. അപ്പോൾ മുകളിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ക്രീമൊന്ന് നന്നായിട്ട് തന്നെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കേക്ക് ബോർഡ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റൗണ്ട് ഉള്ള മോൾഡാണ് കേക്ക് ബോർഡാണ് ഒന്നും കൂടെ നല്ലതെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് മാറ്റിയെടുത്താണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ചിട്ട് പിടിപ്പിക്കുക. അപ്പോൾ ഒരു സ്ഥലവും വിട്ടു പോകാതെ എല്ലായിടത്തും സ്പ്രെഡ് ആകുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതേപോലുള്ള കാർഡോ അതല്ലെങ്കിൽ നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് നല്ല ഫിനിഷിംഗ് ഒന്നും വേണമെന്നില്ല. കാരണം നമ്മൾ കിറ്റ്കാറ്റൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ലൊരു കറക്റ്റ് ഐസിങ്ങിലൊന്നും ചെയ്തെടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും ക്രീമൊന്ന് സ്പ്രെഡ് ആയാൽ മതി. അപ്പോൾ വീണ്ടും ഞാൻ എത്താത്തടത്തൊക്കെ ക്രീം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലുള്ള ക്രീമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കുക. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചോക്ലേറ്റ് ഗനാശ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗനാശ 20 ഗ്രാം വിപ്പിംഗ് ക്രീമിലോട്ട് 50 ഗ്രാമോളം ചോക്ലേറ്റ് ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഫുള്ളി ആയിട്ട് ജെംസ് ചേർത്ത് കൊടുത്താലും മതി, ജെംസ് ഇട്ട് കൊടുത്താൽ മതി മുകൾ ഭാഗത്ത്. അപ്പോൾ ഈ ഒരു ക്രീം വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാ ഈ ഒരു കേക്കിൻ്റെ സൈഡിലോട്ട് വേണ്ടിയിട്ട് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കിറ്റ്കാറ്റ് വെക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കിറ്റ്കാറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 20 രൂപയുടെ ഈ ഒരു സൈസിലുള്ള പാക്കറ്റ് നമുക്ക് ഏകദേശം ഈ ഒരു കേക്കിന് ഒരു 15 പാക്കറ്റ് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള അതാണ് ഈ ഒരു സൈസിലുള്ള കിറ്റ്കാറ്റ് തന്നെ എടുക്കുക. അപ്പോൾ ഞാനിതിവിടെ 9 ഇഞ്ചിൻ്റെ പാൻ ആയതുകൊണ്ടാണ് ഇത്രയും കിറ്റ്കാറ്റ് വേണ്ടി വന്നത്. ഇപ്പോൾ 7 ഇഞ്ചൊക്കെ ആണെങ്കിൽ ഇത്ര ആവശ്യം വരില്ല. 10 മതിയാവും, 10 അല്ല 12 മതിയാവും. ഞാൻ കുറച്ച് ജംസും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേക്ക് ഏകദേശം 1600 അടുത്തുണ്ട് വെയിറ്റ്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ഒക്കെ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് 1 kg തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്